ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനൊരു പരിപ്പ് പായസമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഇത് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും ഫുള്ള് കാണാം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ്സ് ഈ വീഡിയോയുടെ ഏറ്റവും അടിയിലായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ രേഖപ്പെടുത്താം. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ വീഡിയോയുടെ അടിയിൽ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് നമ്മൾ എടുക്കുന്നത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഇതിന് ഞാൻ ഒരു തേങ്ങ ഫുള്ളായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. നല്ല നാടൻ തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ നാടൻ തേങ്ങ എടുക്കുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്വാണ്ടിറ്റി തേങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റ് നിറച്ചും തേങ്ങ എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് മേടിക്കുന്ന തേങ്ങക്കൊന്നും അത്ര പാലും ഉണ്ടാവാറില്ല, തേങ്ങയുടെ ക്വാണ്ടിറ്റിയും വളരെ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ നിങ്ങൾ 2 തേങ്ങ ഫുള്ളായിട്ട് എടുക്കുക. നന്നായിട്ട് പാലുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ 2 തേങ്ങ എടുക്കുക, ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു തേങ്ങ എടുത്താൽ മതി. അപ്പോൾ ഇത് നമുക്ക് 1-ാം പാലും 2-ാം പാലും 3-ാം പാലും തിരിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് പാല് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ അരയ്ക്കണ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നിങ്ങൾ അടിച്ചു നോക്കുക. അതുപോലെ തന്നെ ചൂടുവെള്ളം ചേർത്തിട്ട് അടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പാല് കുറേ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിവിടെ അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് 3-ാം പാല് കിട്ടുമെങ്കിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഞാൻ എടുത്തേക്കണ തേങ്ങയ്ക്ക് നന്നായിട്ട് പാലുള്ളത് കൊണ്ട് 3-ാം പാലും എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സൗകര്യാർത്ഥം നിങ്ങൾ എടുക്കുക കേട്ടോ. മെഷർമെൻറ്റ് കപ്പിലാണെങ്കിൽ 4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു സാധാ സ്റ്റീൽ ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 4 ഗ്ലാസ് തേങ്ങ ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 250 ഗ്രാം പരിപ്പ് നമുക്ക് വേണം. പായസത്തിനുള്ള പരിപ്പാണ്, ഇങ്ങനെ സ്പ്ലിറ്റ് ആയിട്ടുള്ള പരിപ്പാണ്. ഇത് നമ്മൾ ഷോപ്പിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർ പായസത്തിൻ്റെ പരിപ്പ് ചോദിക്കുകയാണെങ്കിൽ തരുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളം പോകാനായിട്ട് നമുക്ക് വെക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ ഞാൻ വേർതിരിച്ചിട്ടുണ്ട്. 2 കപ്പ് 1-ാം പാല്, 4 കപ്പ് 2-ാം പാല് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. കപ്പെന്ന് ഉദ്ദേശിക്കുന്ന ഗ്ലാസ് അളവാണ്, 4 ഗ്ലാസ്. പിന്നെ 3-ാം പാലും ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നല്ലോണം പാലുള്ള ഒരു തേങ്ങ ആയതുകൊണ്ട് എനിക്ക് 3-ാം പാലും കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 ഗ്ലാസിൻ്റെ അടുത്ത് 3-ാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ 3-ാം പാൽ എടുക്കുക, അല്ലെങ്കിൽ അതിന് പകരം വെള്ളം ഉപയോഗിക്കുക. തേങ്ങാപ്പാൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസം നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ശർക്കര ഉരുക്കലാണ്. ഒരു 500 ഗ്രാം ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ ഉരുക്കിയെടുത്ത് അരിച്ച് വെക്കുകയാണ് കേട്ടോ. അരിക്കണ എന്തിനാണെന്ന് വെച്ചാൽ ഇതിൽ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങാക്കൊത്ത്, മുന്തിരി, അണ്ടിപ്പരിപ്പ്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് ക്വാണ്ടിറ്റി എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യിലേക്കാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഒന്നിച്ചിട്ട് വറുത്താണ് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള നെയ്യിലേക്ക് നമ്മുടെ പരിപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി വന്ന വരെ ഫ്രൈ ചെയ്യണം, കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പരിപ്പിൻ്റെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 3-ാം പാല് ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ 3-ാം പാല് ഒരു 4.25 ഗ്ലാസ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ നിങ്ങൾ 3-ാം പാല് ഇല്ലെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. പക്ഷെ 3-ാം പാല് ചേർത്ത് വേവിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 3 വിസിൽ നമുക്ക് അടിക്കുമ്പോൾ ഓഫ് ചെയ്യണം കേട്ടോ. ആ സമയത്ത് നമുക്ക് ഒരു 4 സ്പൂൺ സാദാ സ്പൂൺ നല്ല ജീരകം നമുക്ക് വറുത്ത് പൊടിക്കണം. കരിഞ്ഞു പോവരുത്, കളർ ചേഞ്ച് ആകുമ്പോൾ മാറ്റിയിട്ട് തണുക്കുമ്പോൾ വറുത്ത് പൊടിക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ വെന്ത പായസവും ശർക്കരയും കൂടി ഒരു ഉരുളിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേർക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. വേറൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു ഉരുളിയാണ് ഞാൻ എടുത്തേക്കുന്ന. ഉരുളിയിലേക്ക് നമ്മൾ വേവിച്ച പായസവും ചേർത്ത് കൊടുത്തു. 3 വിസിലാണ് ഞാൻ ആകെ അടുപ്പിച്ചുള്ളൂ. അതിൻ്റെ എയർ പോയതിന് ശേഷം പായസം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ശർക്കര ഉരുക്കിയതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തേക്കണതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളം വറ്റിച്ചെടുക്കാം. അങ്ങനെ വരട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ, നന്നായിട്ട് വരട്ടി എടുക്കുകയാണെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. എന്നിട്ട് ആവശ്യാനുസരണം നമ്മൾ തേങ്ങാപ്പാലും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർത്തിട്ട് നമുക്ക് പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റി വരെയാണ് ഞാൻ ഇതിലെ വെള്ളമൊക്കെ വറ്റിക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 2-ാം പാല് ഞാൻ ചേർത്ത് കൊടുത്തേക്കാണ്.
4 കപ്പ് മീൻസ് 4 ഗ്ലാസ് രണ്ടാം പാൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാം പാലും ഞാൻ ഇതുപോലെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കാം. പക്ഷെ എനിക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ വരട്ടിയെടുക്കുവാണ്. ഈ സമയത്ത് ഇത് തിളയ്ക്കണ സമയത്ത് നമ്മൾ ജീരകം വറുത്തല്ലോ അത് പൊടിച്ചതും പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചുക്കുപൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് മൂന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായിട്ടും ചേർക്കണം. നമ്മുടെ പരിപ്പ് പായസത്തിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഇതാണ്, നമ്മുടെ ടേസ്റ്റ് തരുന്നത് ഇതാണ്. അപ്പോൾ ജീരകം വറുത്ത് പൊടിച്ച് നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രണ്ടാം പാലും ഇവിടെ നന്നായിട്ട് വറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് വെള്ളമൊക്കെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങളതുപോലെ നന്നായിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇനി ഇത് ഒരുപാട് വെട്ടി തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. നന്നായിട്ട് തിള വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ പരിപ്പ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തണുക്കണ സമയത്ത് കുറച്ചും കൂടി തിക്കായിട്ട് നമുക്ക് കിട്ടും. ഇലയിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ പറ്റിയ പാകത്തിന് നമുക്ക് ഈ പായസം കിട്ടും കേട്ടോ. അതാണ് നമ്മൾ വരട്ടിയെടുത്തേക്കുന്നത് തന്നെ, കാരണം നമ്മൾ തേങ്ങാപ്പാലും വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ള റെസിപ്പീസായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.